വില്യം ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ ഭാഗം 1. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി മാതാപിതാക്കളെ വഞ്ചിക്കുന്ന മക്കൾ ഏത് കാലത്തിലും ഏത് ദേശത്തിലും ഉണ്ടാകാം. അവരുടെ ബാഹ്യമായ സ്നേഹപ്രകടനങ്ങളിലും തേനൂറുന്ന വാക്കുകളിലും മയങ്ങി തങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് കൈമാറുന്ന പിതാക്കന്മാരും എവിടെയുമുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞ ഒരു പിതാവിൻ്റെ ദുരന്ത കഥയാണ് കിങ് ലിയർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ബ്രിട്ടനിലെ രാജാവായിരുന്നു ലിയർ. വയസ്സനായപ്പോൾ രാജാധികാരവും സമ്പത്തുമെല്ലാം തൻ്റെ 3 പെൺമക്കൾക്കുമായി വീതിച്ചു നൽകാൻ തീരുമാനിച്ചു. മക്കളുടെ സ്നേഹത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഓഹരിയുടെയും അളവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതനുസരിച്ച് മൂത്ത മകൾ ഗോണറിലിനോട് പിതാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വിവരിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു. ഗോണറിൽ പറഞ്ഞു, പിതാവേ, എൻ്റെ ദുർബലമായ വാക്കുകൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ശക്തിയില്ല. അങ്ങ് എനിക്കെൻ്റെ കണ്ണുകളുടെ പ്രകാശത്തേക്കാൾ പ്രിയപ്പെട്ടതാണ്. ഈ വിശാലമായ ലോകത്തെക്കാളും സ്വാതന്ത്ര്യത്തെക്കാളും പ്രിയതരമാണത്. അങ്ങയോടുള്ള എൻ്റെ സ്നേഹം ഏത് ദുർലഭ വസ്തുവിനും കീഴടക്കാൻ കഴിയാത്തതാണ്. എൻ്റെ സ്വന്തം ജീവിതം അതിൻ്റെ എല്ലാ മഹത്വങ്ങളോടും ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും ആദരവോടും കൂടിയായാലും അങ്ങയോടുള്ള സ്നേഹത്തിന് കീഴെയാണ്. ഗോണറലിൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ രാജാവ് അവൾക്ക് വേണ്ടി മുൻകൂട്ടി അടയാളപ്പെടുത്തിയിരുന്ന ഭൂപ്രദേശം വിട്ടു നൽകുന്നതായി പ്രഖ്യാപിച്ചു. അവൾക്കും ഭർത്താവ് ആൽബനിയിലെ ഡ്യൂക്കിനും അത് പിൻതലമുറകൾക്കായി നൽകാവുന്നതുമാണ്. ലിയർ രാജാവ് രണ്ടാമത്തെ പുത്രിയായ റീഗനോട് അവളുടെ സ്നേഹം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടു. കോൺവാളിലെ ഡ്യൂക്കിൻ്റെ ഭാര്യയായ റീഗൽ ഗോണറെലിനേക്കാൾ ഒട്ടും മോശമായിരുന്നില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കണക്കാക്കിയാൽ ഞാൻ എൻ്റെ സഹോദരിക്ക് തുല്യയാണ്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ സ്നേഹം തന്നെയാണ് സഹോദരി വിവരിച്ചത്. കുറഞ്ഞ വാക്കുകളിലാണെന്ന് മാത്രം. എനിക്ക് ലഭിക്കുന്ന മറ്റെല്ലാ സന്തോഷങ്ങളെയും ഞാൻ ശത്രുക്കളായി കാണുന്നു. എൻ്റെ എല്ലാ ആഹ്ലാദങ്ങളുടെയും ഉറവിടം പ്രഭു അങ്ങ് മാത്രമാണ്. ലിയർ തൻ്റെ രാജ്യത്തിൻ്റെ 1/3 ഭാഗം ഗോണറലിന് കൊടുത്തതിന് തുല്യമായ അളവിനുള്ളത് റീഗനും നൽകി. രാജാവ് തൻ്റെ ഇഷ്ടപുത്രിയായ കോർഡീലിയയോട് അവളുടെ സ്നേഹം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടു. ഫ്രാൻസിലെ രാജാവും ബർഗണ്ടിയിലെ ഡ്യൂക്കും അവളുടെ ഭർത്തൃ പദവി കാംക്ഷിച്ചു. കുറച്ചു കാലമായി അവിടെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നായിരുന്നു കോർഡീലിയയുടെ മറുപടി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല എന്ന് രാജാവ് അവളെ ഓർമ്മിപ്പിച്ചു. പിതാവിനെ സ്നേഹിക്കുക എന്നത് എൻ്റെ കടമയാണ്. അതിൽ കൂടുതലോ കുറവോ ഇല്ല എന്ന് കോർഡീലിയ വ്യക്തമാക്കി. ലിയർ രാജാവിന് തോന്നിയത്, അഭിപ്രായം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കോർഡീലിയയ്ക്ക് കൊടുക്കാനായി മാറ്റിവെച്ച സ്വത്തിന് അവൾ അവകാശിയല്ലാതാവും എന്ന് രാജാവ് വീണ്ടും ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടും കോർഡീലിയ തൻ്റെ വാക്കുകൾ മാറ്റിപ്പറയാൻ തയ്യാറാകാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. ഒരു പിതാവെന്ന നിലയിൽ തന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയത് അദ്ദേഹമാണ്. അതെല്ലാം അനുസരണ കൊണ്ടും സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും തിരിച്ചു നൽകുക എന്നത് ഒരു പുത്രിയുടെ കടമയാണ്. സഹോദരിമാർ പറഞ്ഞതുപോലെ തൻ്റെ എല്ലാ സ്നേഹവും മറ്റാർക്കും കൊടുക്കാതെ പിതാവിന് മാത്രമായി മാറ്റിവെക്കുവാൻ കഴിയുകയില്ല. അവർ ഭർത്താക്കന്മാരുടെ കാര്യം മറന്നു പോയിരിക്കുന്നു. പക്ഷേ താൻ വിവാഹിതയാകുമ്പോൾ പകുതി സ്നേഹം തീർച്ചയായും ഭർത്താവിന് അർഹതപ്പെട്ടതാണ്. ലിയർ രാജാവിന് കോർഡീലിയയുടെ ആത്മാർത്ഥത മനസ്സിലാക്കാനോ സത്യസന്ധമായ അവളുടെ വാക്കുകൾ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല. അവളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നതായും അവൾക്ക് നൽകാനുള്ള സമ്പത്തും രാജ്യാവകാശവും കൂടി അവളുടെ 2 സഹോദരിമാർക്കുമായി വീതിച്ചു നൽകുന്നതായും ലിയർ പ്രഖ്യാപിച്ചു. തൻ്റെ മുമ്പിൽ ഇനി വന്നു പോകരുതെന്ന് കോർഡീലിയയ്ക്ക് അന്ത്യശാസനവും നൽകി. ഇനിയുള്ളത് തനിക്ക് 2 മക്കൾ മാത്രം. അവരുടെ വസതികളിൽ ഓരോ മാസവും മാറി മാറി താമസിക്കും. തന്നെയും തൻ്റെ അകമ്പടിക്കാരായ 100 ഭടന്മാരെയും നോക്കേണ്ട ചുമതല അവർക്കാണ്. രാജാവ് എന്ന പേരും അതിൻ്റെ ബഹുമതികളും മാത്രം നിലനിർത്തുന്നു. ബാക്കിയെല്ലാം ഗോണറിലിനും റീഗനുമായി നൽകുന്നു. രാജാവിൻ്റെ ഈ തീരുമാനത്തെ കെൻഡിലെ പ്രഭു എതിർത്തു. രാജാവിൻ്റെ ഭീഷണി അദ്ദേഹം വകവെച്ചില്ല. ലിയറിന് ഭ്രാന്താണെന്നും പ്രശംസാ വചനങ്ങളിൽ വീണു പോയിരിക്കുന്നുവെന്നും അതുകൊണ്ടാണ് കോർഡീലിയയുടെ ആത്മാർത്ഥമായ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതെന്നും തുറന്നടിച്ചു.
ദേഷ്യം കൊണ്ട് വിറച്ച ലിയർ കെന്റിലെ പ്രഭുവിനെ നാട് കടത്തുന്നതായും തൻ്റെ അധികാരപരിധിയിൽ വീണ്ടും അയാളെ കണ്ടാൽ കൊന്നുകളയുമെന്നും പറഞ്ഞു. രാജാവിൻ്റെ ആജ്ഞാപ്രകാരം ബർഗണ്ടിയിലെ പ്രഭുവും ഫ്രാൻസിലെ രാജാവും അവിടെ എത്തി. കോർഡേലിയയ്ക്ക് തൻ്റെ സ്വത്തിൻ്റെ ഒരംശവും കിട്ടില്ലെന്നും അങ്ങനെ നിസ്വയായി തീർന്ന അവളെ വരിക്കാൻ തയ്യാറാണോ എന്നും ലിയർ ബർഗണ്ടിയിലെ പ്രഭുവിനോടും ഫ്രാൻസിലെ രാജാവിനോടും ചോദിച്ചു. ഈ അവസ്ഥയിൽ കോർഡേലിയയെ സ്വീകരിക്കാൻ തനിക്ക് കഴിയുകയില്ലെന്ന് ബർഗണ്ടിയിലെ പ്രഭു അറിയിച്ചു. തൻ്റെ എല്ലാ സന്തോഷത്തിൻ്റെയും ഉറവിടമായി കണ്ടിരുന്ന കോർഡേലിയയുടെ എന്ത് തെറ്റാണ് ബർഗണ്ടിയിലെ പ്രഭുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്നതായിരുന്നു ഫ്രാൻസിലെ രാജാവിന് അത്ഭുതമായി തോന്നിയത്. കോർഡേലിയയുടെ നന്മയും ആത്മാർത്ഥതയുമാണ് ഏറ്റവും വലിയ സ്ത്രീധനമായി താൻ കണക്കാക്കുന്നത്. അതീവ സുന്ദരിയും സ്വഭാവ മഹിമയുള്ളവളുമായ കോർഡേലിയയെ താൻ സ്നേഹിക്കുന്നു, അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസിലെ രാജാവ് അവളെ പത്നിയായി സ്വീകരിച്ചു. ഇരു സഹോദരിമാരോടും കോർഡേലിയ യാത്ര പറഞ്ഞു. അവർ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നവയല്ല എന്നറിയാം. എങ്കിലും പിതാവിനെ അവർ സംരക്ഷിക്കും എന്ന് കരുതുന്നു. നന്മയുടെ മൂടുപടം കൊണ്ട് സ്വന്തം തെറ്റുകൾ മൂടിവെക്കുന്നവർ ഒരിക്കൽ വിഡ്ഢികളാക്കപ്പെടുക തന്നെ ചെയ്യും. കോർഡേലിയ ഫ്രാൻസിലെ രാജാവിനോടൊപ്പം അവിടം വിട്ടുപോയപ്പോൾ റീഗനും ഗോണറിയിലും തങ്ങളുടെ പിതാവിൻ്റെ ബുദ്ധിശൂന്യതയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വാർദ്ധക്യം മൂലമുണ്ടാകുന്ന മാനസിക ശേഷിക്കുറവിനാൽ അദ്ദേഹത്തിന് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതായിരിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഇളയ മകളെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ച് സേവിച്ചിരുന്ന കെന്റിലെ പ്രഭുവിനെ നാടുകടത്തുകയോ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗ്ലൗസസ്റ്ററിലെ പ്രഭുവിന് 2 പുത്രന്മാരുണ്ട്, എഡ്മണ്ടും എഡ്ഗറും. ഇവരിൽ എഡ്മണ്ട് ഒരു വിവാഹേതര സന്തതിയാണ്. എഡ്ഗറിനേക്കാൾ 1 വയസ്സിന് ഇളയവൻ. ജാരസന്തതിയായതിനാൽ പിതാവിൻ്റെ അധികാരത്തിനും പദവിക്കും സ്വത്തിനുമൊന്നും അവകാശിയാകാൻ കഴിയില്ല എന്ന അവസ്ഥ എഡ്മണ്ടിനുണ്ട്. എല്ലാം സ്വന്തമാക്കാൻ വളഞ്ഞ വഴികൾ ഒരുക്കുകയാണ് അയാൾ. അച്ഛൻ്റെ അധികാരങ്ങൾ സ്വന്തമാക്കാൻ എഡ്ഗർ ശ്രമിക്കുന്നു എന്ന് ഗ്ലാസസ്റ്റർ പ്രഭുവിനെ ധരിപ്പിക്കണം. അതിന് എഡ്ഗർ എഴുതിയത് എന്ന രീതിയിൽ ഒരു കത്ത് തന്ത്രപൂർവ്വം അയാൾ പിതാവിന് കൈമാറി. അതിൽ പറയുന്നത്, തങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ യൗവനമുള്ളപ്പോൾ സമ്പത്ത് കൈമാറാതെ സ്വന്തമാക്കി വച്ചിരിക്കുന്ന പിതാവിൽ നിന്ന് അത് കൈക്കലാക്കണമെന്നാണ്. സമ്പത്തിൻ്റെ പകുതി എഡ്മണ്ടിന് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. തൻ്റെ പുത്രൻ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുകയോ? അവൻ ഒരു വില്ലൻ തന്നെയാണ്, ഒരു പിശാച്. ഇതൊക്കെ ഒരു പക്ഷേ കാലത്തിൻ്റെ വികൃതിയായിരിക്കും. അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് പകരമായി കെന്റിലെ പ്രഭുവിന് നാടുകടത്തൽ ശിക്ഷ ലഭിക്കുമായിരുന്നില്ലല്ലോ. വഞ്ചകനായ സഹോദരനെ കണ്ടുപിടിക്കാൻ അദ്ദേഹം എഡ്മണ്ടിനോട് ആവശ്യപ്പെട്ടു. തൻ്റെ തന്ത്രം വിജയിക്കുന്നുവെന്ന് കണ്ട് എഡ്മണ്ടിന് സന്തോഷമായി. ദുരന്തങ്ങൾക്ക് കാരണം തങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ നിലയാണ് എന്നാണ് പിതാവ് കരുതുന്നത്. എന്തൊരു മൂഢത്വം! എങ്കിലും എഡ്മണ്ട് എഡ്ഗറിനോട് പറഞ്ഞത് സൂര്യഗ്രഹണം മൂലം മനുഷ്യബന്ധങ്ങളിലുണ്ടാകുന്ന അസ്ഥിരതകളെക്കുറിച്ചാണ്. സഹോദരന്മാർ തമ്മിലും പിതാവും പുത്രനും തമ്മിലുമെല്ലാം ശത്രുതയുണ്ടാകുന്നതും അതുകൊണ്ടാകാം. എങ്ങനെയോ അവരുടെ പിതാവിനും എഡ്ഗറിനോട് വിരോധമുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമല്ല. ഏതായാലും കുറച്ചു കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ദേഷ്യമൊക്കെ ആറി തണുക്കുന്നതുവരെ തൻ്റെ താമസ സ്ഥലത്ത് കൂടാം. അവിടെ വെച്ച് താനും പിതാവും തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് കേട്ട് സത്യം മനസ്സിലാക്കാം. അതുവരെ അവിടെ തന്നെ കഴിയണം. പുറത്തു പോവുകയാണെങ്കിൽ ആയുധം കരുതണം. പാവം എഡ്ഗർ അതെല്ലാം വിശ്വസിച്ചു. അയാൾ എഡ്മണ്ടിൻ്റെ വാസസ്ഥലത്തേക്ക് പോയി. പദ്ധതികൾ വിജയിക്കുന്നത് കണ്ട് എഡ്മണ്ട് സ്വയം അഭിനന്ദിച്ചു. പ്രശംസാ വചനങ്ങൾ കൊണ്ട് പിതാവിനെ മയക്കി സമ്പത്തും അധികാരവുമൊക്കെ കൈക്കലാക്കിയ ഗോണറിലിന് ഇപ്പോൾ പിതാവ് ഒരു ശല്യമാണെന്ന് തോന്നാൻ തുടങ്ങി.